2025 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ഹൊറർ മൂവിയാണ് ദ ഗോസ്റ്റ് ഗെയിം. യൂട്യൂബിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേതത്തെ തേടി പോകുന്ന 6 പേരുടെ കഥ. 1 മില്യൺ വ്യൂസ് കിട്ടാൻ വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായവര്. എന്തായാലും സകലതും കൂടി ചെന്ന് കയറിയതാണെങ്കിൽ നല്ല അസലൊരു പ്രേതക്കോട്ടയിലേക്കും. അവരുടെ വീഡിയോ 1 മില്യൺ റീച്ചായോ അതോ അവർ 6 പേരും ഹെലിലേക്ക് റീച്ചായോ എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? പിന്നെ പനി ആയതുകൊണ്ട് എന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ അന്തരീക്ഷത്തിൽ കൂടി പറന്നു വരുന്ന ഒരു ബബിൾ ആണ് കാണിക്കുന്നത്. അത് വന്ന് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ നെറ്റിയിൽ തട്ടി പൊട്ടിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ഇവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. പാർക്ക് എന്നാണ് പേര്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ റൂമിന് പുറത്തുകൂടി ആരോ നടക്കുന്നത് പോലൊരു ശബ്ദം. നമ്മളൊക്കെ ആണെങ്കിൽ പേടിച്ച് തലവടിയെ പുതച്ചു മൂടി കിടന്നുറങ്ങുമല്ലേ. പക്ഷേ ഈ സിനിമയിലെ പിള്ളേർക്കൊന്നും പോയി നോക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. അതുപോലെ തന്നെ പാർക്കും അതാരാണെന്ന് അറിയാൻ വേണ്ടി ശബ്ദമുണ്ടാക്കാതെ പതിയെ വാതിലിനടുത്തേക്ക് ചെല്ലുന്നു. ശേഷം പതിയെ കതക് തുറന്നു നോക്കിയതും ദേ ഒരു പെൺകുട്ടി വാതിലിന് മുന്നിൽ കൂടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം വിട്ട് കളിക്കുന്നു. പാർക്കാണെങ്കിൽ ഇതെന്ത് കൂത്തെന്നും പറഞ്ഞ് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ മുറിയിലുണ്ടായിരുന്ന ഒരു പാവ പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നത്. ശബ്ദം കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ആ പാവയാണെങ്കിൽ റോക്കറ്റ് വിട്ടതുപോലെ പുറത്തേക്ക് പാഞ്ഞൊരു പോക്ക്. എന്നാൽ അത് കണ്ടിട്ടെങ്കിലും വാതിലടച്ച് റൂമിൽ കയറി ഇരുന്നൂടെ. പക്ഷേ അവൾക്ക് ആ പാവ എവിടെ പോയെന്നറിഞ്ഞേ പറ്റൂ. അതറിയാൻ വേണ്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവളുടെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ മറ്റൊരു റൂമുണ്ട്. അവിടേക്കാണ് പാവ പോയിരിക്കുന്നതും. പാർക്ക് ചെന്ന് ആ റൂമിന്റെ വാതിൽ തുറന്നകത്ത് കയറുന്നു. ബെഡിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ കിടപ്പുണ്ട് പാവ. അവള് കുനിഞ്ഞ് പാവ എടുക്കാനായിട്ട് നോക്കിയതും പെട്ടെന്നാണ് ഒരു കൈ വന്ന് അത് ബെഡിനടിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നാലെങ്കിലും ജീവനം കൊണ്ട് ഓടിക്കൂടെ. അതിനു പകരം അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൾ ഉടനെ കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. അപ്പൊ ദേ ആ ബെഡിനടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു നേരത്തെ കണ്ട ആ പെങ്കൊച്ചല്ല, അതൊരു പ്രേതമാണ് കേട്ടോ. കഴുത്തിന് ചുറ്റും മുള്ള കമ്പിയൊക്കെ ചുറ്റി കണ്ണൊക്കെ കറുത്ത് കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം. പക്ഷേ അത് നമ്മുടെ പാർക്കിനെ ഒന്ന് പേടിക്കാൻ പോലുള്ള സമയം കൊടുത്തില്ല. ആ പ്രേതം പാർക്കിന്റെ കഴുത്തിൽ പിടിച്ചു ഞെക്കി അവളെ കൊല്ലാൻ നോക്കുന്നു. ഏകദേശം ചത്തില്ല എന്ന അവസ്ഥയിലായതും ആരോ വിളിക്കുന്നത് പോലെ തോന്നി പാർക്ക് ഉറക്കം ഞെട്ടി എഴുന്നേറ്റ് ഒരുമിച്ചായിരുന്നു. എന്ന് വെച്ചാൽ അവൾ ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമായിരുന്നേ. ഇപ്പോ അവളെ തട്ടി വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അവളുടെ അനിയത്തിയാണ്. പക്ഷേ സ്വന്തം അനിയത്തിയല്ല കേട്ടോ, അവളുടെ അച്ഛന്റെ 2ാം ഭാര്യയുടെ മകളാണ്. പേര് സിയോ. മാത്രമല്ല പാർക്കിന് സിയോയെ അത്രക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ സിയോക്കാണെങ്കിൽ ചേച്ചി എന്ന് വെച്ചാൽ ജീവനും. ചേച്ചിയുടെ കഴുത്തിന് എന്താ പറ്റിയത്? സിയോ ചോദിച്ചപ്പോഴാണ് പാർക്കും അത് ശ്രദ്ധിക്കുന്നത്. ഉറക്കത്തില് കഴുത്തിന് നഖം വെച്ച കണ്ട് മാന്തിയതാണ്. ഇനി അതല്ലെങ്കിൽ ശരിക്കും ആ പ്രേതം പിടിച്ചതായിരിക്കുമോ? ഞാൻ വേഗം പോയി മെഡിസിൻ എടുത്തോണ്ട് വരാം. അതും പറഞ്ഞ് സിയോ മെഡിസിൻ എടുക്കാനായിട്ട് ഓടുന്നു. പക്ഷേ പാർക്കാണെങ്കിൽ അതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. അവൾ എഴുന്നേറ്റ് നേരെ അവളുടെ ലാപ്ടോപ്പിന് അടുത്തേക്കാണ് വരുന്നത്. അതിൽ നിറയെ കുഞ്ഞുനാളിൽ അവളും അവളുടെ അനിയത്തിയുമായിട്ട് എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് ഓരോന്നുമായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. പാർക്കിന്റെ ശരിക്കുമുള്ള അനിയത്തിയുടെ ഫോട്ടോസ് ആയിരുന്നു അത്. ഒരമ്മ പെറ്റ മക്കൾ. പക്ഷേ ഇപ്പോ ജീവനോടെ ഇല്ല. ഉറക്കത്തില് അവള് സ്വപ്നത്തിൽ കണ്ട ഒരു പ്രേതമില്ലേ, അത് ശരിക്കും അവളുടെ മരിച്ചുപോയ അനിയത്തിയായിരുന്നു. വിഷമത്തോടെ താൻ അനിയത്തിയുടെ ഓരോ ഫോട്ടോസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് തന്റെ കൂട്ടുകാരുടെ സൂം മീറ്റിംഗിന്റെ കോള് വരുന്നത്. മൊത്തം 4 ഫ്രണ്ട്സ് ആണ് പാർക്കിലുള്ളത്. അതില് ആ വൈറ്റ് ടീഷർട്ട് ഇട്ടേക്കുന്നതിന്റെ പേരാണ് ജിൻസൂക്ക്. ഇവന്റെ പേര് യൂൻ. ആളൊരു യൂട്യൂബർ ആണ്. കണ്ണാടി ഇട്ടിരിക്കുന്ന ഇവളുടെ പേര് അന്ന. ലാസ്റ്റ് ആയിട്ട് ഇവളുടെ പേരാണ് മിൻഹ. ടോട്ടൽ അവർ 5 പേരുണ്ട്. 5 പേരും ഒരേ സ്കൂളില് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യൂട്യൂബിലെ പുതിയ കോണ്ടസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിന് പറ്റിയ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവനൊരു വീഡിയോ എല്ലാവരും പ്ലേ ചെയ്ത് കാണിക്കുന്നു. വീഡിയോയിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏതോ ഒരു റൂമിന്റെ നടുക്കായിട്ട് ഒരു പെൺകുട്ടിയെ നിർത്തിയിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ തലയിലായിട്ട് ഒരു കവറിട്ട് മൂടിയിട്ടുമുണ്ട്. അവൾക്ക് ചുറ്റിനുമായിട്ട് 3-4 പേര് വേറെയും ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കതക് തുറന്നു അകത്തേക്ക് വാ എന്നിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും ആ വീഡിയോയിലുള്ള പെൺകുട്ടി വളരെ വെറീഡായിട്ട് പെരുമാറാൻ തുടങ്ങി. അതിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ കാലിലായിട്ട് തീയൊക്കെ പിടിക്കുന്നുണ്ട്. എങ്ങനുണ്ട്? അടിപൊളിയല്ലേ? ഇത് വൈറലാക്കാൻ പറ്റിയാല് പ്രൈസ് മണിയായ 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കും. ഇത് കണ്ടറിയത്തില്ലേ ഫേക്കാണെന്ന്? ഫേക്ക് ആണോ എന്നല്ലേ എന്നൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? നമ്മളും ഇതുപോലൊരു ഫേക്ക് ഉണ്ടാക്കാൻ പോവാ. എന്റെ ഒരു സബ്സ്ക്രൈബറാ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്. ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഭാവി അറിയാൻ പറ്റും. ഓഫ് കോഴ്സ് ഇത് ഫേക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇത് സത്യമാക്കി മാറ്റുന്നു. ദേ ഇതുപോലൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ട്. അതും പറഞ്ഞ് യൂൻ അവൻ ഉണ്ടാക്കിയ ഒരു ഫേക്ക് ന്യൂസ് എല്ലാവരെയും കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ 5 സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഈ റിച്വൽ നടത്തിയെന്നും അതിനുശേഷം അവർ എല്ലാവരും അപ്രത്യക്ഷമായെന്ന് കാണിക്കുന്ന ഒരു ഫേക്ക് ന്യൂസ്. നമ്മൾ ഇത് വൈറലാക്കും ഗൈസ്. എന്താ
നമ്മളിത് ചെയ്യുമല്ലേ? യൂൻ ചോദിച്ചപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് മടിച്ചെങ്കിലും അവസാനം എല്ലാവരും ഇതിന് സമ്മതിക്കുന്നു. 50 ലക്ഷം അല്ലേ പ്രൈസ് മണി, അതുകൊണ്ട് ആരായാലും സമ്മതിക്കും. പക്ഷേ ടോട്ടൽ 6 പേര് വേണ്ടേ? നമ്മൾ 5 പേരല്ലേ ഉള്ളൂ. പാർക്ക് അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഷെടാ, അത് ശരിയാണല്ലോ, ഇനി എന്ത് ചെയ്യും? 6ാമത്തെ ആളെ എവിടുന്ന് കണ്ടുപിടിക്കുന്ന ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പാർക്കിന്റെ അനിയത്തിയായ സിയോ അവിടേക്ക് വരുന്നത്. അവളെ കണ്ടതും പാർക്കിന് ഒരു ഐഡിയ തോന്നി. അവള് വേഗം ചെന്ന് സിയോയുടെ കാര്യം അവതരിപ്പിച്ചു. സിയോയാണെങ്കിൽ ചേച്ചിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനായിട്ട് തയ്യാറായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അപ്പടി സമ്മതം പറയുകയും ചെയ്തു. അങ്ങനെ ഇന്നാണ് ആ ദിവസം. പാർക്കാണെങ്കിൽ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ അവളൊരു ബോക്സ് തുറന്നു ഒരു ചെയിൻ കയ്യിലേക്ക് എടുക്കുന്നു. പാർക്കിന്റെ മരിച്ചുപോയ അനിയത്തിയുടെ ചെയിൻ ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സ്കൂൾ യൂണിഫോം ആണ് ഡ്രസ് കോഡ്. കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ എല്ലാവരും സെൽഫി ഒക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ ഇവരും കൂടി നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ പാർക്ക് നോക്കുമ്പോൾ അവളുടെ പിറകിലായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോഴാണെങ്കിൽ ആരെയും കാണുന്നില്ല താനും. ചിലപ്പോ തോന്നിയതായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി വീഡിയോയിൽ കണ്ട ആ സ്ഥലത്തേക്ക് യാത്രയാകുന്നു. കുറെ ദൂരം യാത്ര ചെയ്ത് അവർ ആ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ രാത്രിയായി. അവിടെയാണെങ്കിൽ ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജാപ്പനീസ് ഭരണകാലത്ത് ഈ ഏരിയ മുഴുവനും ഡെഡ് ബോഡീസ് കുഴിച്ചിടാനുള്ള സ്ഥലമായിട്ടാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് കാരണം ഇവിടെ മുഴുവനും ശപിക്കപ്പെട്ട സ്ഥലമെന്ന് അറിയപ്പെടുന്നതും അന്നെ അങ്ങനെ പറഞ്ഞതും എല്ലാവരും ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നും പറഞ്ഞ് 50 ലക്ഷം രൂപ അങ്ങനെ അങ്ങ് കളയാൻ പറ്റില്ലല്ലോ. 6 പേരും കൂടി ആ ബിൽഡിംഗ് തേടി ആ ഏരിയ മുഴുവൻ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ഷെടാ, ഇതിപ്പോ അങ്ങനെ കണ്ടുപിടിക്കും? ഈ സമയത്താണ് നമ്മുടെ പാർക്ക് ഒരു കാഴ്ച കാണുന്നത്. തുടക്കത്തില് അവളുടെ റൂമിലേക്ക് ഒരു ബബിള് പറന്നു വരുന്നത് കാണിച്ചില്ലേ? ദേ ഇപ്പോഴും അതുപോലൊരു ബബിള് പറന്നു വന്ന് അവളുടെ മുന്നിൽ വന്ന് പൊട്ടുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് എല്ലാവരും ആ ബിൽഡിംഗ് കാണുന്നതും. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞൊരു ബിൽഡിംഗ്. പുറത്തു നിന്ന് നോക്കിയിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെയെങ്കിൽ അകത്തുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും 6 പേരും കൂടി അകത്തേക്ക് കയറുക തന്നെ ചെയ്തു. അകത്തെയും അവസ്ഥ ഏകദേശം അങ്ങനൊക്കെ തന്നെ. യൂനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയിട്ടാണ് നടപ്പ്. കാരണം ഇതുപോലൊരു ആംബിയൻസിൽ വെച്ച് വീഡിയോ എടുത്താല് 1 മില്യൺ ഷുവർ ആയിട്ട് അടിക്കും. അമ്മാതിരി ഒരു ഹൊറർ ആംബിയൻസ് ഉള്ള ബിൽഡിംഗ്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ആകാംക്ഷയോടെ നടക്കുമ്പോഴാണ് ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സിമ്പൽ അവർ കാണുന്നത്. ഇന്ന് രാത്രി അവര് ചെയ്യാൻ പോകുന്ന റിച്വലിന്റെ എക്സാക്ട് സിമ്പൽ ഇതായിരുന്നു. അത് കണ്ടപ്പോൾ കറക്റ്റ് സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അവർക്ക് ഉറപ്പായി. പക്ഷേ മിൻഹായ്ക്കാണെങ്കിൽ ഇതെല്ലാം കൂടി കണ്ടപ്പോഴേക്കും നല്ല പേടി തോന്നാൻ തുടങ്ങി. അവള് പേടിയോടെ വേഗം ജിൻസൂക്കിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തതുപോലെ വേഗം ആ കൈ പിടിച്ചങ്ങ് മാറ്റി. മിൻഹായ്ക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതാണ് അവൾ അങ്ങനെ പെരുമാറിയതും. പക്ഷേ ജിൻസൂക്കിനാണെങ്കിലോ അവൻ ഇഷ്ടം നമ്മുടെ പാർക്കിനെയും. പക്ഷേ പാർക്കിനത് അറിയില്ല കേട്ടോ. അങ്ങനെ 6 പേരും കൂടി വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അല്പദൂരം നടന്നു വന്നതും അവരൊരു റൂം കാണുന്നു. യൂൻ വേഗം ഓടിച്ചെന്ന് ആ റൂം അങ്ങോട്ട് തുറന്നതും ഈയോ ഒട്ടുക്കത്തെ നാറ്റം. നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് റെക്കോർഡ് ചെയ്താലോ? ഈ സ്മെല്ല് കാരണം ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടല്ലാതെ വേറെ എവിടെ പോയി ഷൂട്ട് ചെയ്യണമെന്നാ? നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവസാനം നാറ്റം സഹിച്ചിട്ടാണെങ്കിലും എല്ലാവരും ആ റൂമിനുള്ളിലേക്ക് തന്നെ കയറി. എന്നാൽ അകത്തേക്ക് കയറിയതും അവിടുത്തെ സെറ്റപ്പ് കണ്ട് എല്ലാവരും വണ്ടർ അടിച്ചു പോയി. ആ റൂമിന് ചുറ്റിനും 5 തൂണുകളുണ്ട്. 5ലും ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ ഒത്ത നടുക്കായിട്ട് കൊച്ചൊരു കുഴിപോലുണ്ടാക്കിയിട്ട് അതിൽ നിറച്ച് വെള്ളവും. കണ്ടാലേ അറിയാം എന്തൊക്കെയോ റിച്വൽ ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഈ വെള്ളം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? പണ്ട് ജപ്പാന്റെ ഭരണകാലത്ത് നോർത്തിലുള്ള വെള്ളം മുഴുവനും ഇവിടെ വന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് വേറെ പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്നത്. അത് കാരണം വെള്ളത്തിലുണ്ടായിരുന്ന പ്രേതങ്ങൾ മുഴുവനും ഇവിടെ വന്നിട്ട് സ്റ്റക്കായി പോയി. പിന്നീട് ഒരിക്കലും പുറത്തു കിടക്കാനാകാതെ ആത്മാക്കൾ മുഴുവനും ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ അന്നയ്ക്കാണെങ്കിൽ അവനെ പറയുന്നതെല്ലാം കേട്ടതേ നല്ല അസല തള്ളുകഥയാണെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ചേർന്ന് വീഡിയോയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. യൂനാണെങ്കിൽ 2 കന്നാസ് നിറയെ പശുവിന്റെ രക്തം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് മണി വിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവനാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു കത്തി എടുത്ത് തന്റെ കൈ അങ്ങ് മുറിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ രക്തവും പശുവിന്റെ രക്തവും തമ്മിൽ മിക്സ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 5 പേരും അവന്റെ ഈ പ്രവൃത്തി കണ്ട് ഞെട്ടിയിരിക്കുവാണ്. കൈ മുറിക്കുമെന്നൊന്നും ആരും കരുതിയില്ല. നീ എന്തിനാണ് നിന്റെ കൈ മുറിച്ചത്? അതിനാര് കൈ മുറിച്ചു? അതും പറഞ്ഞ് അവൻ കൈ നീട്ടി കാണിച്ചതും കൈക്കുള്ളിലായിട്ട് സ്പോഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ചുമ്മാ ആളെ പറ്റിക്കാൻ. അങ്ങനെ യൂൻ കൊണ്ടുവന്ന രക്തം മുഴുവനും തറയിൽ ഒഴിച്ച് ഒരു സിമ്പൽ വരയ്ക്കുന്നു. വരുന്ന വഴിയില് അവര് ഭിത്തിയിൽ കണ്ടൊരു സിമ്പൽ ഇല്ലേ, അതേ സിമ്പൽ. ഗൈസ്, ഞാനൊരു സജഷൻ തരട്ടെ. നമുക്ക് ഈ റിച്വല് ഒറിജിനൽ ആയിട്ട് ചെയ്താലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കിത് റിയൽ ആയിട്ടൊന്ന് ചെയ്തു നോക്കാം. പാർക്കിന്റെ ആ ഐഡിയ നമ്മുടെ യൂൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഐഡിയ കൊള്ളാം. എങ്കിൽ പിന്നെ ഇത് വേറെ ലെവലാവും. ബാക്കിയുള്ളവരെല്ലാം ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് എല്ലാവരും ഇതിന് സമ്മതിക്കുന്നു. റിയൽ ആയിട്ട് പ്രേതം വന്നാല് അവർക്ക് അവരുടെ ഭാവി ചോദിക്കാലോ. പാർക്ക് വേഗം ചെന്നൊരു കത്തിയെടുത്ത് തന്റെ കൈയങ്ങ് മുറിക്കുന്നു. ശേഷം അവളുടെ രക്തം പശുവിന്റെ രക്തവുമായിട്ടങ്ങ് മിക്സ് ചെയ്തു. റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം റിയൽ ആയിരിക്കണ്ടേ. അങ്ങനെ യൂൻ എല്ലാവരുടെ കയ്യിലുമായിട്ടും ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നു. പ്രേതം
വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് അത് ആ പേപ്പറിലേക്ക് എഴുതണം. അതിനുള്ള മറുപടിയും പ്രേതം ആ പേപ്പറിലായിട്ടായിരിക്കും തരിക. എല്ലാവരും തങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം പേപ്പറിലേക്ക് എഴുതാൻ തുടങ്ങി. അതില് പാർക്ക് എഴുതിയതാണെങ്കിൽ ഇനി എന്തെങ്കിലും ഒരിക്കൽ കൂടി തനിക്ക് തന്റെ അനിയത്തിയെ കാണാൻ പറ്റുമോ എന്നായിരുന്നു. അവളാ എഴുതിയത് സിയോ കാണുന്നുണ്ട്. നിനക്ക് ചെയ്യാൻ പേടിയാണെങ്കിൽ നീ ഇത് ചെയ്യണ്ട, എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചി. സിയോ അങ്ങനെ പറഞ്ഞതും പാർക്ക് പെട്ടെന്ന് താൻ കൊണ്ടുവന്ന ചെയിൻ എടുത്ത് അവളുടെ കാലിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. സിയോക്കാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം. ആദ്യമായിട്ടാണ് അവളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു സമ്മാനം കിട്ടുന്നത്. അങ്ങനെ ഇപ്പൊ റിച്വൽ തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി വെള്ളത്തിന് നടുക്കായിട്ട് ഒരു പെൺകുട്ടി നിർത്തണ്ടേ, അതിന് സിയോയാണ് തയ്യാറാകുന്നത്. ചേച്ചിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൾ എന്ത് ചെയ്യാൻ തയ്യാറാണല്ലോ. അങ്ങനെ സിയോയെ ആ വെള്ളത്തിന്റെ നടുക്കേക്ക് ഇറക്കി നിർത്തിയ ശേഷം അവളുടെ തലയിലേക്ക് ഒരു കവറിട്ട് മൂടുന്നു. ബാക്കി എല്ലാവരും വേഗം തന്നെ ഒരു തൂണുകളുടെ സൈഡിലായിട്ട് ചെന്നിരിക്കുന്നു. ശേഷം അവരുടെ മുന്നിലിരിക്കുന്ന മെഴുകുതിരി കത്തിച്ചിട്ട് നേരത്തെ അവർ ചോദ്യങ്ങൾ എഴുതിയൊരു പേപ്പറില്ലേ അത് മുന്നിലെ ബൗളിലുള്ള വെള്ളത്തിലേക്ക് കമഴ്ത്തി വെക്കുന്നു. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഈ റിച്വൽ എല്ലാം കഴിഞ്ഞ ശേഷം സിയോയുടെ തലയിലുള്ള ഈ ബാഗ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് ലീവ് എന്ന് പറയണം. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറണം. എന്ന് വെച്ചാൽ ആർക്കാണോ ആദ്യം ഉത്തരം കിട്ടിയത് ആ ക്രമത്തിലായിരിക്കണം എഴുന്നേറ്റ് മാറേണ്ടത്. അതിനുശേഷം മാത്രമേ അവളുടെ തലയിലുള്ള ആ ബാഗ് റിമൂവ് ചെയ്യാവൂ. അപ്പോ തുടങ്ങിയാലോ? അതും പറഞ്ഞ് യൂൻ ചെന്ന് അവന്റെ പ്ലേസിലേക്ക് ഇരിക്കുന്നു. ഇനി ആത്മാവിനെ വിളിക്കാൻ വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് 6 വട്ടം പറയണം. അങ്ങനെ എല്ലാവരും വാതിൽ തുറന്നിട്ടുണ്ട്, അകത്തേക്ക് വരൂ എന്നിങ്ങനെ 6 വട്ടം പറയുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ആത്മാവ് വരാം. യൂൻ വേഗം തന്നെ അവന്റെ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സമയം കടന്നു പോകുന്നതല്ലാതെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. എല്ലാവരും ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് തന്നെ കരുതി. പക്ഷേ പാർക്ക് നോക്കിയപ്പോൾ സിയോയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ. മാത്രമല്ല എപ്പോഴും വരുന്ന ആ ബബിളില്ലേ അത് സിയോയുടെ തലയ്ക്ക് തൊട്ട് മുകളിലായിട്ട് വന്ന് നിൽപ്പുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ അനങ്ങാൻ തുടങ്ങുന്നു. അതിന്റെ കൂടെ ആ ബബിള് പൊട്ടിയതും ആ സെക്കൻഡിൽ തന്നെ സിയോയുടെ ഒരു കൈ മുകളിലേക്ക് പൊക്കുന്നു. ശേഷം ഒരു കൈ വെച്ച് കണ്ണിന്റെ ഭാഗത്തുള്ള അത്രയും പേപ്പറിങ് കീറിക്കളഞ്ഞപ്പോഴോ നല്ല അസല് പ്രേതമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എല്ലാവരും ശരിക്കും അങ്ങ് ഞെട്ടി. പക്ഷേ യോൻ മാത്രം ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അവരെന്നാ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആ പ്രേതം മുകളിലേക്ക് ഒരു കൈ ഉയർത്തിയില്ലേ അത് ആദ്യം തിരിഞ്ഞു ചെല്ലുന്നത് നമ്മുടെ അന്നയുടെ നേർക്കായിരുന്നു. അവൾ എഴുതി വെച്ച ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം കൊടുക്കുന്നത്. ആത്മാവ് എന്ത് ഉത്തരമാണോ കൊടുക്കുന്നത് അത് ആ പേപ്പറിൽ തെളിഞ്ഞു വരും. അന്ന എഴുതിയ ചോദ്യത്തിന് റോങ് എന്നാണ് ആൻസർ വന്നത്. എന്ന് വെച്ചാൽ അവൾ എന്ത് കാര്യമാണോ എഴുതിയത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അടുത്തതായിട്ട് ആ കൈ തിരിഞ്ഞത് യൂന്റെ നേർക്കാണ്. അവന് കിട്ടിയ ഉത്തരം എസ് എന്നായിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആഗ്രഹിച്ച കാര്യം നടക്കും. അടുത്ത ഉത്തരം കിട്ടിയത് മിൻഹായ്ക്കായിരുന്നു. അവളുടെ പേപ്പറിൽ ഫ്ലവർ എന്നാണ് കാണിച്ചത്. അതിന്റെ അർത്ഥം മാത്രം മനസ്സിലായില്ല. അടുത്തതായിട്ട് ജിൻസോക്കിനാണ് ഉത്തരം കിട്ടിയത്. അവന് കിട്ടിയ ഉത്തരം എസ് ആണ്. ഏറ്റവും അവസാനമായിട്ട് പാർക്കിനായിരുന്നു ഉത്തരം കിട്ടിയത്. പാർക്ക് ചോദിച്ചത് ഒരിക്കൽ കൂടി തന്റെ അനിയത്തിയെ കാണാൻ പറ്റൂ എന്നായിരുന്നല്ലോ. അതിന് എസ് എന്നായിരുന്നു ഉത്തരം കിട്ടിയതും. അങ്ങനെ എല്ലാവർക്കുമുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞതും ആ പ്രേതമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി എണ്ണാൻ തുടങ്ങി. 662, 663. അവസാനം പാർക്കിനെ നോക്കി 666 എന്ന് പറഞ്ഞതും അവളുടെ നേർക്ക് ആ പ്രേതം ഒരൊറ്റ ചാട്ടമായിരുന്നു. പക്ഷേ പ്രേതത്തിന് അവളുടെ അടുത്തേക്ക് എത്താൻ മാത്രം പറ്റിയില്ല. കാരണം നേരത്തെ പാർക്ക് സിയോയുടെ കാലായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്തില്ലേ, ആ ചെയിൻ ആ പ്രേതത്തെ മുന്നിലേക്ക് വിടാതെ പിടിച്ചു നിർത്തിയേക്കുവാണ്. പെട്ടെന്നാണ് സിയോയുടെ വായിൽ നിന്നും കറുത്ത രൂപത്തിലുള്ള എന്തോ പുറത്തേക്ക് വരുന്നത്. അതിന്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും മെഴുകുതിരിയും എല്ലാം അണഞ്ഞു പോയി. കുലിരിട്ട് ഒന്നും കാണാൻ വയ്യ. യൂൻ വേഗം അവന്റെ ക്യാമറയിലെ നൈറ്റ് വിഷൻ മോഡ് ഓണാക്കി നോക്കുന്നു. അവൻ നോക്കുമ്പോൾ സിയോ ആ വെള്ളത്തിന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് നടക്കുകയാണ്. ഒരു കാലാണെങ്കിൽ വലിച്ചഴിച്ചുകൊണ്ടാണ് നടക്കുന്നതും. ഇത് പാർക്കും കാണുന്നുണ്ട്. അവളുടെ മരിച്ചുപോയ അനിയത്തി എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. സിയോക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എല്ലാവരും വേഗം ഓടിച്ചെന്ന് സിയോയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. പാർക്ക് ഓടിച്ചെന്ന് അവളുടെ തലയിലുണ്ടായിരുന്ന കവർ ഊരി ഇങ്ങ് മാറ്റി. പക്ഷേ എത്ര വിളിച്ചിട്ടും അവൾക്ക് ബോധം വരുന്നില്ല. യൂൻ ഈ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സിയോയുടെ ആ ചെയിൻ ഇട്ടിരുന്ന കാലില്ലേ അതിലിപ്പോ വ്യത്യസ്തമായ എന്തോ ഒരു ചിഹ്നം കൂടി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുൾപ്പെടെ വന്ന് സൂം ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവൻ. ജിൻസൂക്കിനാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അങ്ങ് ദേഷ്യം വരുന്നു. ഒരാള് ചാവാൻ കിടക്കുമ്പോഴാണല്ലോ അവന് വീഡിയോ പിടുത്തം. ഇതേ സമയം നമ്മുടെ അന്നയാണെങ്കിൽ എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്ന് അറിയില്ല. അവൾക്ക് കിട്ടിയ ഉത്തരം നോ ആണല്ലോ. അതില് നോക്കി വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവൾ. മിൻഹയാണെങ്കിലോ ഇതെല്ലാം കൂടി കണ്ടിട്ട് ഇപ്പൊ പേടിച്ച് ചാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അവള് വേഗം ഓടിച്ചെന്ന് ഡോർ തുറന്ന് ഇവിടുന്ന് പോകാൻ നോക്കുന്നു. പക്ഷേ ഡോർ തുറക്കണ്ടേ? എല്ലാവരും മാറി ശ്രമിച്ചിട്ടും ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് കൂത്ത്? ജിൻസൂക്ക് വരുമ്പോൾ ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ടാണ് വന്നത്. അവൻ ആ ബാറ്റ് വെച്ച് ലോക്ക് അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. എന്തായാലും ബാറ്റും പൊട്ടി, കൂടെ ലോക്കും പൊട്ടി. പക്ഷേ അതൊരു ഫേക്ക് ലോക്ക് ആയിരുന്നു. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ലോക്ക്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ഡോറിനെ തുറക്കാനേ പറ്റില്ല. അന്നയാണെങ്കിൽ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുമല്ലേ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അവൾ. എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് തലയ്ക്ക് മുകളിൽ നിന്നും അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ദേ ഇതുപോലെ.
ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കിയ അവൾ കണ്ട കാഴ്ചയോ തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന നല്ല അസലൊരു പ്രേതത്തെയും. അത് താഴേക്ക് വന്ന് അതിന്റെ മുടി മുഴുവനും അവളുടെ വായിലേക്ക് കുത്തിയിറക്കാൻ തുടങ്ങി. പക്ഷെ ആ പ്രേതത്തെ അവൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. യൂൻ നോക്കുമ്പോൾ തേണ്ടേ അന്ന വെറുതെ മേലോട്ട് നോക്കി വായും തുറന്നു നിൽക്കുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ മാത്രം അവിടെ എന്തോ ചെയ്യുക? പക്ഷേ അന്ന മറുപടി ഒന്നും പറയുന്നില്ല. നീ ഓക്കെ അല്ലേ അന്ന? മിൻഹ അങ്ങനെ ചോദിച്ചതും അന്നെ അവളെ നോക്കി ഒരുമാതിരി പ്രേതം പിടിച്ച് ചിരിച്ചിരിക്കുന്നു. ഞാൻ ഓക്കെ ആണല്ലോ, ഞാൻ ഓക്കെയാണ്. ആ മറുപടി കേട്ടാലേ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അത് നോക്കി അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് യുവിന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ലേ, അതിനിപ്പോ 1,00,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വേഗം തന്നെ അവരവരുടെ ഫോൺ എടുത്ത് നോക്കി. കാരണം ഇത്രയും നേരം ആരുടെ ഫോണിൽ സിഗ്നൽ ഉണ്ടായിരുന്നില്ല. എന്നാ വന്ന സിഗ്നൽ ആണെങ്കിൽ അതുപോലെ അങ്ങ് പോവുകയും ചെയ്തു. എല്ലാവരും ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അന്ന വീണ്ടും ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ് എല്ലാവരും നോക്കി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന നിനക്കിതെന്താ പറ്റിയത്? അതും ചോദിച്ചുകൊണ്ട് ജിൻസൂക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ പെട്ടെന്നാണ് അലാറ് വിളിച്ചുകൊണ്ട് അവള് മുന്നിലേക്ക് ഓടിപ്പോകുന്നത്. എന്നിട്ട് ആ തുറക്കാൻ പറ്റാത്ത കഥകില്ലേ, അവളുടെ തല കൊണ്ടുവന്ന് ഒരുമാതിരി ചെണ്ട കൊട്ടുന്നത് പോലെ കഥകിനിട്ട് അടിയോടടി. കഥകും പൊട്ടി, കൂടെ തലയും പൊട്ടി, ചോരയൊക്കെ കൂട്ടുകൂട്ടാൻ ഒഴുകാൻ തുടങ്ങി. ഇവളിത് എന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് വേഗം പിടിച്ചു മാറാനൊക്കെ നോക്കുന്നു. അപ്പോ തേണ്ടേ വീണ്ടും സ്റ്റക്ക് ആയതുപോലൊരു നിപ്പ്. ശേഷം പതിയെ നടന്ന് മുന്നിലേക്ക് ചെന്ന് നേരത്തെ ജിൻസൂക്ക് ഡോർ അടിച്ച് പൊട്ടിച്ചപ്പോൾ ഒഴിഞ്ഞ ബാറ്റില്ലേ, അത് കയ്യിലേക്ക് എടുക്കുന്നു. നമുക്ക് അവളെ കൊല്ലണം, നമുക്ക് അവളെ കൊല്ലണം. തറയിൽ മയങ്ങിക്കിടക്കുന്ന നമ്മുടെ സിയോയെ നോക്കിയാണത് പറയുന്നത്. യൂനാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഓടി നടന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കണ്ടന്റിന്റെ ചാകരയല്ലേ, അവന് ജീവൻ പോയാലും വേണ്ടിയില്ല 50 ലക്ഷം പ്രൈസ് മണി കിട്ടിയാൽ മതിയെന്നാണ്. അന്ന പെട്ടെന്ന് സിയോയെ ലക്ഷ്യമാക്കി ഓടാൻ നിന്നതും അതിനു മുന്നേ ബാക്കി എല്ലാവരും കൂടി അവളെ പെട്ടെന്ന് പിടിച്ചു വെക്കുന്നു. പക്ഷേ 4 പേര് പിടിച്ചിട്ട് നിൽക്കണ്ടേ? സകലതിനെ തള്ളിവിട്ടുകൊണ്ട് അവള് വീണ്ടും സിയോയുടെ അടുത്തേക്ക് പോകാൻ നിന്നതും പിറകിൽ കൂടി ആരോ അന്നയുടെ നെഞ്ചിൽ കൂടി കുത്തി ഇറക്കിയത് ഒരുമിച്ചായിരുന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. കുത്തിയത് വേറെ ആരുമല്ല, അത് യൂനായിരുന്നു. മാത്രമല്ല അവനും ഇപ്പൊ നോർമൽ അല്ല. ജിൻസൂക്ക് വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവന് ബോധം വന്നത് പോലും. എന്താണ് ഇപ്പോൾ നടന്നതെന്ന് പോലും അവന് ഓർമ്മയില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ അന്നത്തെ മരിച്ചു കിടക്കുന്നു. അയ്യോ, അന്നയ്ക്ക് എന്താ പറ്റിയത്? ആരാ അവളോട് ഇങ്ങനെ ചെയ്തത്? അതും പറഞ്ഞ് അവൻ അന്നയെ വെപ്രാളത്തോടെ തട്ടി വിളിക്കുകയാണ്. പക്ഷേ അവള് മരിച്ചു കഴിഞ്ഞല്ലോ. പാർക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് ആകെ ഷോക്കായി നിന്നുപോയി. അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവള് സൈഡിലേക്ക് നോക്കുന്നത്. അപ്പോതേ തന്റെ മരിച്ചുപോയ അനിയത്തിയുടെ പ്രേതം ഇരിക്കുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അത് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊക്കെ അവൾക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോടും പറയാനും പറ്റില്ല. അല്പസമയം കഴിഞ്ഞതും അവരെല്ലാവരും കൂടി അന്നയുടെ ബോഡി മാറ്റിവെക്കുന്നു. യൂന് താനാണ് അവളെ കൊന്നതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മനസ്സറിയാതെ ചെയ്തു പോയ കാര്യമാണ്. ജിൻസൂക്ക് നോക്കുമ്പോൾ അന്നയുടെ കൂട്ടിലായിട്ട് ആ പേപ്പർ ഇരിപ്പുണ്ട്. അവൾ ആത്മാവിനോട് ചോദിച്ചൊരു ചോദ്യമില്ലേ, അത് എഴുതിയ പേപ്പർ. എന്നാൽ അവൾ എഴുതിയ ചോദ്യം വായിച്ചതും ജിൻസൂക്ക് വിശ്വസിക്കാനാവാതെ യൂനെ നോക്കുന്നു. അവൻ ദേഷ്യത്തോടെ ആ പേപ്പറുമായിട്ട് നേരെ യൂന്റെ അടുത്തേക്കാണ് വന്നത്. നീ മനഃപൂർവ്വം അല്ലേടാ അവളെ കൊന്നത്? സത്യമായിട്ടും എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്, അല്ലെങ്കിലും ഞാൻ എന്തിനാ അവളെ കൊല്ലുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? അതും പറഞ്ഞ് അവൻ ആ പേപ്പർ യുവിന്റെ നേരെ കാണിക്കുന്നു. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, എന്നെങ്കിലും എനിക്ക് യുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ആ ചോദ്യത്തിനാണ് ഇല്ല എന്ന് മറുപടി കിട്ടിയതും പിന്നീട് കാണിക്കുന്നത് എന്താണ് ശരിക്കുമുള്ള കാര്യമെന്നാണ്. അന്ന ഒരു ലെസ്ബിയൻ ആയിരുന്നു. അവൾക്ക് അവളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുമായിട്ട് തന്നെയായിരുന്നു റിലേഷൻ. ഈ കാര്യം യൂൻ കണ്ടുപിടിക്കുകയും അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ വെച്ച് അന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്റെ പണി. പഠിപ്പിക്കുന്ന ടീച്ചറുമായിട്ടാണല്ലോ റിലേഷൻ. അപ്പോ ടീച്ചർ വിചാരിച്ചാൽ തനിക്ക് പരീക്ഷയ്ക്കെല്ലാം ജയിക്കാനും പറ്റും. നാളത്തെ എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോണം കേട്ടല്ലോ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കും. പക്ഷേ അന്ന അങ്ങനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ രഹസ്യവും ഞാൻ എല്ലാവരോടും പറയും. അതും പറഞ്ഞ് ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവൾ അവന് കാണിക്കുന്നു. യൂൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സൈറ്റാണത്. അതില് ഈ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ന്യൂഡ് വീഡിയോസ് ഇടലാണ് അവന്റെ പണി. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും. അങ്ങനെയെങ്കിൽ അന്ന മരിച്ചാൽ അത് യൂൻ നല്ല ഉപകാരമാകുന്നത്. അവന്റെ ആ സീക്രട്ട് വെബ്സൈറ്റിന്റെ കാര്യം ആരും അറിയത്തുമില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാ. സത്യമായിട്ട് ഞാൻ അവളെ കൊന്നിട്ടില്ല. നിനക്ക് ഓർമ്മയില്ല അല്ലേ? അതും പറഞ്ഞ് ജിൻസൂക്ക് ഇതുവരെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എടുത്ത് അവനെ കാണിക്കുന്നു. അതില് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് തറയിൽ കിടന്ന വടിയെടുത്തു കൊണ്ടുവന്ന് അവൻ അവളെ കുത്തുന്നത്. ശ്രദ്ധിച്ചു നോക്ക്, ഇത് ഞാനല്ല. വീഡിയോയിൽ ഞാൻ ഒരു കാലം മുടന്തിയല്ലേ നടക്കുന്നത്. ഞാൻ അങ്ങനെ നടക്കേണ്ട കാര്യം എന്താ? സത്യമായിട്ടും ഞാൻ അവളെ കൊന്നിട്ടില്ല. അവൻ അത് തന്നെ ഇങ്ങനെ
പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മരിച്ചുപോയ അന്ന അവന്റെ കാലെ പിടിച്ച് വലിച്ച് നിലത്തേക്ക് ഇടുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല. അവനാണെങ്കിൽ കാലുവിടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ആ സെക്കൻഡിൽ തന്നെയാണ് മുകളിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് പൊട്ടി അതിന്റെ ചില്ല് കഷ്ണം മുഴുവനും വന്ന് യുവിന്റെ കണ്ണിലേക്ക് വീഴുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ മുഴുവൻ കറണ്ട് പോവുകയും ചെയ്തു. ബാക്കി 3 പേരും ശരിക്കും പേടിച്ചു പോയി. കറണ്ട് ഇല്ലാത്തത് കാരണം ഒന്നും കാണാനും വയ്യ. ജിൻസൂക്കും മിൻഹായും വേഗം ടോർച്ച് എടുത്തു കൊണ്ടുവന്ന് അവിടെ മുഴുവൻ അടിച്ചു നോക്കുന്നു. പക്ഷേ യുവിനെ അവിടെ എങ്ങും കാണുന്നില്ല. എന്നാൽ ഒരുപാട് രക്തം തറയിൽ വീണ് കിടക്കുന്നുണ്ട്. ആ രക്തം പോകുന്ന വഴിയിൽ കൂടി ടോർച്ച് അടിച്ചുകൊണ്ട് 3 പേര് മുന്നോട്ടേക്ക് പോകുന്നു. എന്നാൽ അല്പം മുന്നോട്ടേക്ക് ചെന്നതും ആ രക്തത്തിന്റെ പാട് പോയിരിക്കുന്നത് ഭിത്തിയുടെ മുകളിലേക്കാണ്. ചേടാ, അവനിതവിടെ പോയി. 3 പേരും കൂടി യുവിനെയും തപ്പി ആ റൂം മുഴുവൻ നടക്കുവാണ്. അപ്പോതേ ആ റൂമിലായിട്ട് 5 തൂണുകളില്ലേ, അതിലെ ഒരു തൂണിന്റെ മുകളിലായിട്ട് കയ്യിൽ കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. ഇവരെ കണ്ടതും അവരെ കൊല്ലാൻ വേണ്ടി കത്തിയുമായിട്ട് താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. ഭാഗ്യത്തിന് ജിൻസൂക്ക് അവനെ പിടിച്ചു കെട്ടിയത് കൊണ്ട് ആർക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ആ തൂണിൽ കെട്ടിയിരുന്ന ഒരു ചങ്ങല കൊണ്ട് തന്നെ ജിൻസൂക്ക് യുവിനെ കെട്ടിയിടുന്നു. അവൻ ശരിക്കും സ്വഭാവത്തിലായിരുന്നില്ല. ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. പാർക്ക് നോക്കുമ്പോൾ അവൾ എപ്പോഴും കാണുന്ന ഒരു ബബിളില്ലേ, അതിപ്പോഴത്തെ ബോധമില്ലാതെ കിടക്കുന്ന സിയോയുടെ തൊട്ട് മുകളിലായിട്ട് വന്ന് നിൽക്കുന്നു. പാർക്ക് ഓടി സിയോയുടെ അടുത്തേക്ക് ചെന്നതും അവള് പെട്ടെന്ന് കറുത്ത നിറത്തിലുള്ള എന്തോ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ അവളുടെ കാലിൽ തെളിഞ്ഞു വന്ന പാട് മായാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്തതില് എന്തോ തെറ്റിയിട്ടുണ്ട്, അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അതും പറഞ്ഞ് പാർക്ക് ചെന്ന് ഇത്രയും നേരം റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം എടുത്തു നോക്കുന്നു. റിച്വലിന്റെ തുടക്കത്തില് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞില്ലേ. ഗേറ്റ് ഓപ്പൺ ആയ സമയത്ത് ചുറ്റുമുള്ള തൂണുകളിൽ കൂടി ഒരുപാട് ആത്മാക്കളുടെ കൈകൾ എഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നീട് സിയോ വയലന്റ് ആയതും എല്ലാവരും പെട്ടെന്ന് അവളെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു മാറ്റിയില്ലേ. പക്ഷേ റിച്വൽ തുടങ്ങുന്നതിന് മുന്നേ യുൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നേ പ്ലീസ് ലീവ് എന്ന് 6 തവണ പറയണം. അതിനുശേഷം മാത്രമേ മുഖത്തുള്ള ആ ബാഗ് റിമൂവ് ചെയ്യാവൂ. എന്നിട്ട് ആത്മാവ് മറുപടി കൊടുത്ത ക്രമത്തിൽ വേണം ഓരോരുത്തരായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് മാറാനും. പക്ഷേ ഈ റൂളുകളൊന്നും തന്നെ അവർ ഫോളോ ചെയ്തിരുന്നില്ല. പ്ലീസ് ലീവ് എന്ന് പറഞ്ഞതുമില്ല. അതിനു മുന്നേ തന്നെ മുഖത്തുണ്ടായിരുന്ന ആ കവറൊങ്ങ് ഊരുകയും ചെയ്തു. കളം വിട്ട് മാറിയതും ക്രമത്തിലായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 3 റൂളുകളാണ് അവർ തെറ്റിച്ചത്. ചിലപ്പോ അതുകൊണ്ടാണെങ്കിലോ തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്രമത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന മരിച്ചില്ലേ, പിന്നെങ്ങനെ വീണ്ടും ചെയ്യും? അന്ന മരിച്ചെങ്കിലും അവളുടെ ബോഡി ഉണ്ടല്ലോ, നമുക്കത് മതിയാകും. അങ്ങനെ 3 പേരും കൂടി ആ റിച്വല് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി അന്ന നേരത്തെ എവിടെയാണോ ഇരുന്നത് അവളുടെ ബോഡി ആ പ്ലേസിലേക്ക് തന്നെ കൊണ്ടുവെക്കുന്നു. യുവിനെയും അവന്റെ പ്ലേസിൽ തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത്. അവനാണെങ്കിൽ ചെവിതല കേൾപ്പിക്കാതെ നിങ്ങൾ എല്ലാവരും മരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് സഹിക്കാനാവാതെ ജിൻസൂക്ക് ഒരു തുണി വെച്ച് അവന്റെ വാ കെട്ടി അങ്ങ് വെക്കുന്നു. ശേഷം അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ തുണ്ടെടുത്ത് വായിച്ചു നോക്കി. അതിലവൻ എഴുതിയിരുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ വീഡിയോ 1 മില്യൺ വ്യൂസ് കടക്കുമോ എന്നായിരുന്നു. അതിന് എസ് എന്ന ഉത്തരമായിരുന്നു അവന് കിട്ടിയിരുന്നതും. അങ്ങനെ എല്ലാം സെറ്റാക്കിയ ശേഷം അവസാനം സിയോയെ ആ വെള്ളത്തിലേക്ക് ഇറക്കിയിരുത്തി അവളുടെ തലയിൽ കവറിട്ട് മൂടുന്നു. അതിനുശേഷം വാതിൽ തുറന്നിട്ടുണ്ട്, അകത്തേക്ക് വരൂ എന്ന് 6 തവണ പറയുന്നു. ആദ്യം സംഭവിച്ചതുപോലെ തന്നെ ആ ബബിള് സിയോയുടെ തലയ്ക്ക് മുകളിൽ വന്ന് പൊട്ടിയതും ബോധമില്ലാതെ കിടന്നിരുന്ന അവള് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. ശേഷം കൈ ഉയർത്തി ഓരോരുത്തർക്കും അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ തുടങ്ങി. ചോദ്യങ്ങളെല്ലാം പഴയത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ കിട്ടിയ ഉത്തരങ്ങളും അത് തന്നെയായിരുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് പ്ലീസ് ലീവ് എന്ന് പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ആ പ്രേതം മരിച്ചുപോയ സഹോദരി പോലെ പാർക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും എന്നെ പറഞ്ഞു വിടാൻ പോവുകയാണോ? ഞാൻ പോകുന്നതാണോ നിനക്കിഷ്ടം? അതും പറഞ്ഞ് ആ പ്രേതം സ്വയം തലയിലെ കവറൊക്കെ എടുത്ത് മാറ്റി. അത് തന്റെ മരിച്ചുപോയ അനിയത്തിയുടെ ആത്മാവാണെന്ന് മനസ്സിലായതും പാർക്ക് ശരിക്കും അങ്ങ് ഇമോഷണൽ ആയി പോയി. അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നു അവളുടെ അനിയത്തിയെ. പാർക്ക്, നമുക്കിത് പെട്ടെന്ന് നിർത്തണം, അത് തന്റെ സഹോദരിയൊന്നുമല്ല. ജിൻസൂക്കും മിൻഹായും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും പാർക്ക് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ കാണാം പാർക്ക്. അതും പറഞ്ഞ ആ പ്രേതം പെട്ടെന്ന് സിയോയുടെ ദേഹത്ത് നിന്നങ്ങ് പോകുന്നു. അപ്പോഴാണ് പാർക്കിന് ശരിക്കും ബോധം വന്നതും. വേഗം തന്നെ എല്ലാവരും ചേർന്ന് പ്ലീസ് ലീവ് എന്ന് പറയാൻ തുടങ്ങി. ശേഷം മറുപടി കിട്ടിയ ക്രമത്തില് അവരാദ്യം അന്നെ പുറത്തേക്കാക്കുന്നു. അതിനുശേഷം യുവിനെ പുറത്തേക്കാക്കി. എന്നിട്ട് ബാക്കിയുള്ളവരും ക്രമത്തിനനുസരിച്ച് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എല്ലാം കഴിഞ്ഞതും അടുത്ത നിമിഷം തന്നെ എല്ലാവരുടെ ഫുള്ള് സിഗ്നൽ വരാൻ തുടങ്ങി. അതോടെ തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഓക്കെ ആയെന്ന് അവർക്ക് മനസ്സിലായി. ജിൻസൂക്ക് വേഗം തന്നെ ഫോൺ എടുത്ത് 911ലേക്ക് ഫോൺ ചെയ്യുന്നു. സാർ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ എല്ലാവരും ഇവിടെ ട്രാപ്പായി പോയി. നിങ്ങൾ എവിടെയാണ്? വേഗം നിങ്ങളുടെ ലൊക്കേഷൻ അയച്ചു തരൂ. ജിൻസൂക്ക് വേഗം തന്നെ അവർ നിൽക്കുന്ന അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ ജിൻസൂക്ക്, ഞങ്ങൾ വേഗം വരാം. അതും പറഞ്ഞ് അയാളെ കോൾ കട്ട് ചെയ്തതും അവനൊന്ന് ഞെട്ടി. കാരണം ജിൻസൂക്ക് എന്ന അവന്റെ പേര് പറഞ്ഞാണ് അയാൾ കട്ട് ചെയ്തത്. അയാൾക്ക് എങ്ങനെ ഇവന്റെ പേരറിയാം? അങ്ങനെ അല്പസമയത്തിന് ശേഷം എല്ലാവരും പല സ്ഥലത്തായിട്ട് മാറിയിരിക്കുകയാണ്. പാർക്കും ജിൻസൂക്കും ഒരിടത്തായിട്ടാണ്
ആയിട്ടാണ് ഇരിക്കുന്നത്. പാർക്കിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറയാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടില്ല. അവൻ വേഗം തന്റെ ഫോൺ എടുത്ത് മനസ്സിലുള്ള കാര്യം അതുപോലെ ഫോണിലേക്ക് ടൈപ്പ് ചെയ്യുന്നു. ശേഷം അത് പാർക്കിന് കാണിച്ചു കൊടുക്കുന്നു. ഐ ലവ് യു എന്നായിരുന്നു അവൻ ടൈപ്പ് ചെയ്തത്. അതിനവളും തിരികെ തനിക്കും ഇഷ്ടമാണെന്ന് മറുപടി പറയുന്നു. ജിൻസുക്കാണെങ്കിൽ സന്തോഷം സഹിക്കാനാവാതെ അവൾക്കൊരു മുത്തം കൂടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അടുത്ത് കിടന്ന മിൻഹ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കും ജിൻസുക്കിനെ ഇഷ്ടമാണല്ലോ. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരികളെല്ലാം അണഞ്ഞ് റൂം മുഴുവൻ ഇരുട്ടാകുന്നത്. ജിൻസൂക്ക് വേഗം ചെന്ന് ക്യാമറയുടെ ലൈറ്റ് ഓണാക്കിയെന്ന് കാണുന്നത് തറയിൽ മുഴുവനും രക്തം തളം കെട്ടി കിടക്കുന്നതാണ്. ആരുടെയാണെന്ന് വെച്ചാൽ അത് യുന്റെ ആയിരുന്നു. അവൻ മരിച്ചു കിടക്കുകയായിരുന്നു അവിടെ. പക്ഷേ ആരാ ഇത് ചെയ്തത്? അവര് വേഗം ക്യാമറ ചെക്ക് ചെയ്ത് നോക്കി. അതില് കാണുന്നത് എന്താന്ന് വെച്ചാൽ ബോധമില്ലാതെ കിടക്കുന്ന സിയോ ഇല്ലേ, അവൾ എഴുന്നേറ്റ് ചെന്ന് യൂനെ കെട്ടിയിരുന്ന ചങ്ങല മുഴുവൻ അഴിച്ചു മാറ്റുന്നതാണ്. ദേഹത്തെ കെട്ടഴിഞ്ഞതും യൂൻ തനി എണീറ്റ് വന്ന് ക്യാമറയുടെ അടുത്തേക്ക് വരുന്നു. ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഒരു കത്തി വെച്ച് സ്വയം കഴുത്തറുത്ത് മരിക്കുകയായിരുന്നു. ഇതും കൂടി കണ്ടതും മിൻഹായാണെങ്കിൽ പേടിച്ചവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കതവിൽ തട്ടിക്കിടന്ന് നിലവിളിക്കുകയാണ്. പക്ഷെ ആ കതവ് ഒരിക്കലും തുറക്കില്ലല്ലോ. നിസ്സഹായ അവസ്ഥയില് അവള് വലിയ വായിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ അന്നേരമാണ് തുടക്കത്തില് നമ്മുടെ അന്ന ഒരു ശബ്ദം കേട്ടില്ലേ, അതുപോലെ ഒരു ശബ്ദം മിൻഹായും കേൾക്കുന്നത്. പേടിച്ചു വരച്ചുകൊണ്ട് അവള് മുകളിലേക്ക് നോക്കിയതും നേരത്തെ അന്ന കണ്ട അതേ കാഴ്ചയാണ് അവളും കണ്ടത്. അന്നയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് തന്നെ മിൻഹായ്ക്ക് സംഭവിക്കുന്നു. പക്ഷേ പാർക്കിനും ജിൻസൂക്കിനും മാത്രം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവര് നോക്കുമ്പോൾ മിൻഹ തനിയെ നടന്നു വന്ന് ആ വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴ്ച. പാർക്കും ജിൻസൂക്കും കൂടി ഓടി വന്ന് പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ആരോ അവളെ ശക്തമായിട്ട് അതിനുള്ളിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയായിരുന്നു. കുറെ പരിശ്രമത്തിനൊടുവിലെ രണ്ടുപേരും കൂടി ഒരു വിധത്തില് അവളെ പിടിച്ചു വലിച്ചു മാറ്റി. വെള്ളത്തിനുള്ളിൽ നിന്നും എന്തോ എന്നെ പിടിച്ചു വലിച്ചു കൊല്ലാൻ നോക്കി. അത് കേട്ട് പാർക്കിനും ജിൻസൂക്കിനും ഒക്കെ വീണ്ടും കൺഫ്യൂഷനായി. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്തതല്ലേ, പിന്നെ എന്തുകൊണ്ടാ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജിൻസൂക്കിന്റെ കയ്യിലുണ്ടായിരുന്ന യുവിന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഇല്ലേ, അതിപ്പോൾ 1 മില്യൺ വ്യൂസ് കടന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ യൂൻ ചോദിച്ചതിന് ആത്മാവ് നൽകിയ ഉത്തരം കറക്റ്റായിരിക്കുന്നു. പക്ഷേ അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ജിൻസൂക്കിന് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ആരുടെ ആഗ്രഹങ്ങളൊക്കെയാണോ സാധിക്കുന്നത് ആ ക്രമത്തിലാണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നതും. ആദ്യം അന്നയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. യൂന്റെ കയ്യിൽ നിന്നും അവൾ ഒരിക്കലും രക്ഷപ്പെട്ടില്ല. അവന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു. ലാസ്റ്റ് യൂൻ ചോദിച്ചതുപോലെ അവന്റെ വീഡിയോ 1 മില്യൺ വ്യൂസ് കയറി. പക്ഷേ അവൻ ജീവിച്ചിരിപ്പില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ആഗ്രഹം സാധിച്ചിരിക്കുന്നത് ജിൻസൂക്കിന്റെ അല്ലേ? അവൻ ചോദിച്ച ചോദ്യം പാർക്കിന് തന്നെ ഇഷ്ടമാണോ എന്നാണ്. അതിനുത്തരം യെസ് എന്നായിരുന്നു. എന്ന് വെച്ചാൽ അവന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് മരണപ്പെടാൻ പോകുന്നത് അവനായിരിക്കില്ലേ? ഇല്ല, അങ്ങനൊന്നും പറയരുത്. നിന്റെ കൂടെ ഞാനുണ്ടാവും. നമുക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്കാം. അതും പറഞ്ഞ് പാർക്ക് അവനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ അവരുടെ ഈ ആശ്വസിപ്പിക്കലും ചേർന്നിരിക്കലൊന്നും മിൻഹായ്ക്ക് അങ്ങോട്ട് ഒട്ടും ദഹിക്കുന്നതേയില്ല. അവൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് താൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് അവരെ കാണിക്കുന്നു. അവള് ചോദിച്ചത് ഇതായിരുന്നു, ജിൻസൂക്ക് ആരെയാണ് പ്രണയിക്കുന്നതെന്ന്. അതിന്റെ ഉത്തരമാണ് ഫ്ലവർ എങ്ങെന്ന്. എന്ന് വെച്ചാൽ പാർക്ക്. അന്നേരം അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ അവൾക്കറിയാം അവൻ സ്നേഹിക്കുന്നത് പാർക്കിനെയാണെന്ന്. എനിക്ക് മരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതും പറഞ്ഞ് ഒരു കത്തിയെടുത്ത് അവൾ ജിൻസൂക്കിന് നേരെ ചൂണ്ടുന്നു. ഇവള് ജീവിച്ചിരുന്നാലല്ലേ നിനക്ക് അവളെ സ്നേഹിക്കാൻ പറ്റൂ? മരിച്ചാ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? നീ ഇതുവരെ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇവളെ ഞാൻ കൊല്ലും. അതും പറഞ്ഞ് മിൻഹ പാർക്കിനെ കൊല്ലാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും ജിൻസൂക്ക് വേഗം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വലിച്ചു മേടിക്കുന്നു. ആ ഗ്യാപ്പില് പാർക്ക് ഓടിച്ചെന്ന് ഒരു ചങ്ങല എടുത്തുകൊണ്ട് വന്ന് അവളുടെ കൈയും കാലും എല്ലാം കെട്ടിയിടാൻ നോക്കി. പക്ഷെ അവൾ അടങ്ങണ്ടേ. 3 പേരും കൂടി നല്ല പിടിവലി നടക്കുന്നു അവിടെ. എന്നാൽ പെട്ടെന്നാണ് ആ പിടിവലിക്കിടയില് അവിടെ ഉണ്ടായിരുന്ന 4-5 രഹസ്യ ഡോറുകൾ തുറന്നു വരുന്നത്. അങ്ങനെ ഒരു കാര്യം അവർ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. എന്തായാലും അപ്പോഴേക്കും മിൻഹായുടെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരുന്നു. ശേഷം പാർക്കും ജിൻസൂക്കും കൂടി ഒരു മെഴുകുതിരിയും എടുത്തുകൊണ്ട് ആ റൂമുകളിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓരോ റൂമും കയറി ഇറങ്ങി നോക്കാൻ തുടങ്ങി. ചിലപ്പോ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി കിട്ടിയാലോ? പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. 5 റൂമിലും ഒരു മണ്ണാങ്കട്ടെ ഇല്ലായിരുന്നു. മാത്രമല്ല എല്ലാ റൂമിന്റെ ഭിത്തികളിലായിട്ടും ചുവന്ന കളറിലുള്ള എന്തൊക്കെയോ പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ പേപ്പറിലും എന്തൊക്കെയോ പടങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു ബിൽഡിംഗ് അല്ല. തുടക്കം മുതലേ ഇത് ഇങ്ങനെയുള്ള റിച്വൽസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതും പറഞ്ഞ് പാർക്കിനെ അവിടെ നിർത്തിയ ശേഷം ജിൻസൂക്ക് മാത്രം ബാക്കിയുണ്ടായിരുന്ന ഒരു റൂമിലും കൂടെ നോക്കാനായിട്ട് പോകുന്നു. ഇതേ സമയം മിൻഹായുടെ കൈയും കാലുമെല്ലാം കെട്ടിയിരുന്നതല്ലേ, അവൾ എങ്ങനെയൊക്കെയോ ആ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി. ശേഷം തറയിൽ കിടന്ന ഒരു കത്തിയുമായിട്ട് പതിയെ ശബ്ദമുണ്ടാക്കാതെ പാർക്കിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഇതേ സമയം ജിൻസൂക്ക് ആ റൂമിൽ നിൽക്കുവല്ലേ, അവൻ തറയിൽ നിന്ന് കിട്ടിയ ഒരു ചുവന്ന പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നു. അതിന്റെ പിറകിലായിട്ട് 666 എന്നാണ് എഴുതിയിരുന്നത്. എന്ന് വെച്ചാൽ 666 സാത്താന്റെ നമ്പർ. അതുകൂടാതെ വേറെ ഏതൊരു ഭാഷയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി അവൻ വേഗം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് നോക്കുന്നു. അതിൽ പറയുന്നത്, നിങ്ങൾ എനിക്ക് 5 ജീവനുകൾ ബലി തന്നാൽ അതിന് പകരമായിട്ട് ഞാൻ മറ്റൊരു ജീവൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും. ജിൻസൂക്ക് അതിന്റെ അർത്ഥം നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെളിയിൽ നിന്നും നില
മെല്ലെ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പാർക്കിന് എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്ന് കരുതി അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചു നോക്കുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പാർക്കിനെ കാണുന്നില്ല, മിൻഹായും കാണുന്നില്ല. അവരെവിടെ പോയതാണെന്ന് അറിയാൻ വേണ്ടി അവൻ വേഗം വെപ്രാളത്തോടെ അവിടെ മെല്ലെ മൂടി നടന്ന് തെരഞ്ഞു നോക്കുന്നു. എന്നാൽ കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ മിൻഹായെ കൊന്നിട്ട് അവളെ ആരോ തൂണിന് മുകളിൽ എടുത്തിട്ടിരിക്കുന്നു. അത് നോക്കി അവനാകെ പേടിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകിൽ കൂടി വന്ന പാർക്ക് ഒരു കത്തിയെടുത്ത് അവന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്. പടത്തിലെ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു അത്. ഈ കഥയിലെ മെയിൻ വില്ലത്തി അത് വേറെ ആരുമല്ല, പാർക്കായിരുന്നു. ഇവിടേക്ക് വരണമെന്നും ഇവിടെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത് യുവിന്റെ ഐഡിയ ആയിരുന്നില്ല. അവൻ ആ ഐഡിയ പറഞ്ഞു കൊടുത്തതേ പാർക്കാണ്. അതിനുശേഷമാണ് ഒരു പ്ലാൻ ഉണ്ടാക്കി ബാക്കി എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നതും. സ്കൂളിൽ വെച്ച് അവർ തമ്മിൽ മാറി ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ജിൻസുക്ക് കണ്ടതാണ്. പക്ഷെ അന്ന് അവന് ഇതിനെ പറ്റി ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ നിമിഷം അവന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തത്? ജിൻസൂക്ക് ചോദിച്ചതും പാർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് അവനോട് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അതായത് പാർക്കിന്റെ കുട്ടിക്കാലം. ഇതുവരെ അവൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയത് പാർക്കിന്റെ അനിയത്തിയായിരുന്നില്ല, ചേച്ചിയായിരുന്നു. അത്രയേറെ ഇഷ്ടത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് സഹോദരിമാർ. കുഞ്ഞിലെ തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും രണ്ടുപേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. സാധാരണ ചേച്ചിമാരാണല്ലോ അനിയത്തിമാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പാർക്കിന് ചേച്ചിയായിട്ട് മാറണമെന്നൊരു ആഗ്രഹം. എന്നിട്ട് എല്ലാ ആപത്തിൽ നിന്നും തന്റെ ചേച്ചിയെ സംരക്ഷിക്കണം. അവളുടെ ആഗ്രഹം അവളുടെ ചേച്ചി അങ്ങ് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ പാർക്ക് ഒരു ചേച്ചിയെ പോലെ തന്റെ സ്വന്തം ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. ബബിൾസ് പറത്തി കളിക്കലായിരുന്നു രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട കളികളിലൊന്നും. ഒരു ദിവസം ഈ ചേച്ചി പെണ്ണ് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ഷെൽഫിന് മുകളിലുള്ള എന്തോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട പാർക്ക് തമാശയ്ക്ക് ചേച്ചിയെ കളിപ്പിക്കാൻ വേണ്ടി ചേച്ചി അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് ചുമ്മാ കളിപ്പിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ചേച്ചി പെണ്ണ് വെപ്രാളത്തോടെ തിരിഞ്ഞതും പെട്ടെന്ന് കാല് സ്ലിപ്പായി ബാത്ടപ്പില് തല ഇടിച്ചങ്ങ് വീണുപോയി. ആ സെക്കൻഡിൽ തന്നെ മരിക്കുകയും ചെയ്തു. മനഃപൂർവ്വം ചെയ്തതല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ചേച്ചിയുടെ മരണത്തോടുകൂടി പാർക്ക് ആകെ തകർന്നുപോയി. അവളുടെ മാത്രമല്ല അവളുടെ പേരൻസിന്റെ അവസ്ഥയും കഷ്ടമായിരുന്നു. മൂത്ത മകള് മരിച്ചതോടുകൂടി അച്ഛനും അമ്മയും തമ്മിൽ സ്ഥിരമായിട്ട് വഴക്കായി. അവസാനം ഡിവോഴ്സ് വരെ നടന്നു. അവിടെ എല്ലാം ഒറ്റപ്പെട്ടു പോയത് പാർക്കായിരുന്നു. അവളെ ആരും ശ്രദ്ധിച്ചില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് പാർക്കിന്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വരികയും ചെയ്തു. അവരുടെ മകളാണ് നമ്മുടെ സിയോ. പക്ഷേ പാർക്കിന് ഒരിക്കലും തന്റെ അനിയത്തിയായിട്ട് സിയോയെ അംഗീകരിക്കാനേ പറ്റിയില്ല. വല്ലാത്തൊരു വെറുപ്പായിരുന്നു അവൾക്ക് എല്ലാവരോടും. മാത്രമല്ല മരിച്ചുപോയ തന്റെ ചേച്ചിയെ വീണ്ടും ജീവനോട് തിരികെ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹവും. അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് അവൾ ഈ റിച്വലിനെ പറ്റി അറിയുന്നതും. ആ സ്ഥലത്ത് നിന്ന് 5 ജീവനുകൾ ബലി കൊടുത്താൽ അതിന് പകരമായിട്ട് സാത്താൻ അവൾക്ക് ഒരു ജീവൻ തിരികെ നൽകും. അതിനുവേണ്ടി കൊല്ലാനായിട്ട് തന്നെയാണ് അവൾ ബാക്കി എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നതും. ഇനി നിന്റെ ഊഴമാണ് ജിൻസൂക്ക്, നീയും കൂടി മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം നടപ്പിലാകും. പാർക്ക് അങ്ങനെ പറഞ്ഞതും ജിൻസൂക്ക് ഒരു വിധത്തിൽ എഴഞ്ഞു ചെന്ന് സിയോയുടെ കാലിലുണ്ടായിരുന്ന ആ ചെയിൻ അഴിച്ചെടുക്കാൻ നോക്കുന്നു. പക്ഷേ പാർക്ക് അതിന് സമ്മതിക്കുവോ? അവള് വേഗം തന്നെ ഒരു ചങ്ങലെടുത്ത് അവന്റെ കഴുത്തിലിട്ട് പിറകിലേക്ക് വലിച്ചു പിടിക്കുന്നു. അതിനകത്ത് തൊട്ടുപോകരുത്, കൈ മാറ്റടാ അതും പറഞ്ഞ് ശക്തിയില് അവന്റെ കഴുത്തിലെ ചങ്ങല പിടിച്ച് വലിക്കുന്നു. ഒടുക്കം അവനും അവിടെ മരിച്ചു വീഴുന്നു. പക്ഷേ മരിക്കുന്നതിന് മുന്നേ അവൻ ആ ചെയിൻ അവളുടെ കാലിൽ നിന്ന് പൊട്ടിച്ചെടുത്തിരുന്നു. അത് കാരണം അതുവരെ മയങ്ങിക്കിടന്ന സിയോയ്ക്ക് പെട്ടെന്ന് ബോധം വരികയും ചെയ്തു. അത് കണ്ട് പാർക്ക് ഓടിച്ചെന്ന് ആ ചെയിൻ എടുത്ത് വീണ്ടും അവളുടെ കാലിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. സിയോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ശരിക്കും പേടിയായി. ബ്രേസ്ലെറ്റ് അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞതും സിയോ പെട്ടെന്ന് സ്റ്റക്കായി പോയി. കൈയും കാലും ഒന്നും അനക്കാൻ വയ്യ. ചേച്ചി എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എന്നെ എന്താ ചെയ്തത്? പക്ഷേ പാർക്ക് അവളുടെ കരച്ചിലൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ചെന്ന് അവളുടെ ബാഗിൽ നിന്നും മരിച്ചുപോയ തന്റെ അനിയത്തിയുടെ ഒരു ഡ്രസ്സ് എടുത്തോണ്ട് വരുന്നു. ശേഷം അത് സിയോയെ ഇടിപ്പിച്ചിട്ട് അവളെ വേഗം ആ വെള്ളത്തിലേക്ക് ഇറക്കി കിടത്തി. എന്നിട്ട് ബാക്കി മരിച്ചുപോയ 4 പേരില്ലേ, അവരുടെ 4 പേരുടെയും ബോഡി പഴയതുപോലെ തന്നെ അവരവരുടെ ഇരിപ്പിടങ്ങളിലായിട്ട് കൊണ്ടു കിടത്തി. വീണ്ടും ഒന്നേന്ന് ആ റിച്വൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അവള് ചെന്ന് സിയോ എഴുതിയ ഷീറ്റ് എടുത്ത് നോക്കുന്നു. അതിൽ എഴുതിയ എന്താണെന്ന് വെച്ചാൽ ചേച്ചി എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നായിരുന്നു. എന്നാൽ അത് കണ്ടിട്ട് പോലും ഒരു കുലുക്കുണ്ടായിരുന്നില്ല. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമല്ലേ സിയോ? എങ്കിൽ അനങ്ങാതെ കടന്ന് ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യണം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒരു കവറിട്ട് മൂടുന്നു. ശേഷം വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ വിളിക്കാൻ തുടങ്ങി. അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും പഴയതുപോലെ തന്നെ സിയോയുടെ ബോഡിയിലേക്ക് ആ സാത്താൻ വന്നു കയറുന്നു. പഴയ ചോദ്യം തന്നെയാണ് പാർക്ക് ഇത്തവണയും ചോദിച്ചത്. ഒരിക്കൽ കൂടി തന്റെ അനിയത്തിയെ കാണാൻ പറ്റുമെന്ന്. അതിന് വീണ്ടും എസ് എന്നായിരുന്നു ഉത്തരം. ഞാൻ നിനക്ക് 5 ജീവനുകൾ തന്നില്ലേ, പകരം എന്റെ ചേച്ചിയുടെ ആത്മാവിനെ സിയോയുടെ ദേഹത്തേക്ക് കയറ്റി തരണം. അവൾ ഉദ്ദേശിച്ച 5 ജീവനുകൾ എന്നുള്ളത് സിയോയുടെ ആത്മാവിനെ കൂടി ചേർത്താണ്. എന്തായാലും പാർക്ക് തന്റെ ആഗ്രഹം പറഞ്ഞു തീർന്നതും ആ റൂമിലായിട്ട് പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ലൈറ്റുകളെല്ലാം മിന്നിയണഞ്ഞ് ഭയങ്കരമായിട്ട് കാറ്റൊക്കെ അടിച്ച് ഒടുക്കം ആ ബബിള് വീണ്ടും പറന്നു വന്ന് പാർക്കിന് മുന്നിൽ വന്ന് പൊട്ടുന്നു. അത് പൊട്ടിയ നിമിഷം തന്നെ അവളുടെ ആഗ്രഹവും സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ സിയോയുടെ ബോഡിയിലേക്ക് മരിച്ചുപോയ അവളുടെ ചേച്ചിയുടെ ആത്മാവ് വന്ന് കയറിയിരിക്കുകയാണ്. പക്ഷേ വന്ന ആത്മാവിനാണെങ്കിൽ പാർക്കിനെ കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായതുമില്ല. എന്നെ മനസ്സിലായില്ലേ ചേച്ചിക്ക്? ഇത് ഞാനാ പാർക്ക്, ഞാൻ വരാൻ ഒരുപാട്
താമസിച്ചു പോയല്ലേ? നീ എന്റെ പാർക്കാണോ? ഒരുപാട് വർഷങ്ങൾ കടന്നുപോയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വാക്ക് തന്നതല്ലായിരുന്നോ ഞാൻ ഇന്ന് ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്? വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അതും പറഞ്ഞ് ചേച്ചിയുടെ കൈ പിടിച്ച് പാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും പെട്ടെന്ന് സ്റ്റക്ക് ആയതുപോലെ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നു. അവളുടെ കണ്ണൊക്കെ കറുത്ത നിറത്തിലായിട്ടുണ്ട്. ശേഷം പിച്ചും പെയ്യും പോലെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി തറയിലേക്ക് നോക്കിയ പാർക്ക് അങ്ങ് ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ 4 പേരില്ലേ, അവര് 4 കൂടി ചേച്ചിയുടെ കാലിൽ പിടിച്ചു വെച്ചേക്കുവാണ്. ആ കളം വിട്ട് പുറത്തു പോകാൻ അവർ സമ്മതിക്കുന്നില്ല. പാർക്ക് പെട്ടെന്ന് ചെന്ന് അവര് പിടിച്ചു വെച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റിൽ നിന്ന് കൈയെടുപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അപ്പോഴാണ് സിയോയുടെ നെറ്റിയിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സിമ്പൽ വരുന്നത്. നീ എന്തിനാ ഞങ്ങളെ കൊന്നത്? എന്തിനാ ഞങ്ങളെ കൊന്നത്? അത് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിയോയുടെ ദേഹത്തുള്ളത് പാർക്ക് കൊന്ന ആ 5 പേരുടെ ആത്മാക്കളാണ്. പക്ഷെ അവർ ചോദിക്കുന്നതിന് അവൾക്ക് മറുപടിയില്ല. അത് കണ്ട് വല്ലാത്തൊരു ചിരിയും ചിരിച്ചുകൊണ്ട് സാത്താൻ നടന്ന് അവളുടെ അടുത്തേക്ക് വരുന്നു. നീ നിന്റെ അനിയത്തെ ഇനിയും കാണാൻ പറ്റുമെന്നല്ലേ എന്നോട് ചോദിച്ചത്? പറഞ്ഞതുപോലെ ഞാൻ കാണിച്ചു തരികയും ചെയ്തു. പക്ഷേ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും എന്നെ നരകത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഉടനെ നമുക്ക് വീണ്ടും കാണാം. അതും പറഞ്ഞ് ആ സാത്താൻ പാർക്കിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവളെ കൊന്നുകളയുകയും ചെയ്തു. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നൊരവസ്ഥയായിരുന്നു പാർക്കിന്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒടുക്കം സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ലാതെ എവിടെയോ കുടുങ്ങിപ്പോയ നമ്മുടെ പാർക്കിന്റെ ആത്മാവിനെയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.